ഞൊടിയിടയിൽ പരിപ്പില്ലാതെ ഒരു മൊളീഷ്യം. ചക്കച്ചോള ഞാൻ ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അടർത്തി മുറിച്ചിട്ട് തന്നെ വെക്കണം, എന്നാലേ നൂലില്ലാതെ മൊളീഷ്യം ആവുള്ളൂ. അതുപോലെ കുരു വട്ടത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ചക്കക്കുരുവും ചുളയും കുക്കറിലിട്ട് കൊടുത്തു. ഇനി ഒരു 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ ഉപ്പ്, ഞാനൊരു 1.25 ടീസ്പൂൺ ഉപ്പെടുത്തിന്. കളറിന് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. വെച്ചിട്ട് ചക്കയിൽ ഒഴിക്കാം. വെള്ളം കുറച്ച് കൂടുതലായാലൊന്നുമില്ല, മൊളീഷ്യത്തിന് പരിപ്പ് ചേർക്കാത്ത കറിയാണ്. ഒരരി ചതച്ച വെളുത്തുള്ളി, ഒരരി മതി, കൂടുതൽ വേണ്ട. കുറച്ച് കറിവേപ്പില. കുക്കർ അടച്ചിട്ട് നമുക്ക് സ്റ്റൗ ഓണാക്കാം. ഒരു വിസിലടിച്ച് 2 വിസിലും കൂടി അടുപ്പിച്ചെടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കൊന്നും വേണ്ട. മൂന്ന് വിസിലടിച്ച് സ്റ്റൗ ഓഫ് ചെയ്യലായി. ഇനി തേങ്ങ ഒരു 10-12 മണി കുരുമുളക്, പിന്നെ 1 ടീസ്പൂണ് ജീരകം കുറയാൻ പാടില്ല. എരിവിന് ഞാൻ മുളക് പൊടി ചേർക്കാതെ കൊണ്ട് 2 ഉണക്കമുളകും. അധികം എരിവ് ഇനി ആവശ്യമില്ല. ഇനി ഇത് അരച്ചെടുക്കാം. അധികം അരിഞ്ഞ് കിട്ടണമെന്നില്ല. കുരുമുളകും മുളകും തേങ്ങയെല്ലാം ഒന്ന് ജീരകമെല്ലാം ഒന്ന് പൊടിഞ്ഞാൽ മതി. ഇതുപോലെ അരിഞ്ഞാൽ മതി. പ്രഷറിലും പോയിട്ടുണ്ട്. നമുക്ക് തുറക്കാം. കുക്കർ തുറന്നിട്ട് സ്റ്റൗ ഓണാക്കി ചക്ക ഇളക്കി എടുക്കുന്നൊന്നുമില്ല. അരപ്പ് ഒഴിച്ച് കൊടുക്കുക. ജാറെല്ലാം കഴുകി നന്നായിട്ട് ഒഴിച്ച് കൊടുക്കണം. നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് യോജിപ്പിക്കാം. ഉഴുന്ന് പരിപ്പ് നിർബന്ധമായും ചേർക്കണേ. കടുക് ചേർത്തിട്ടില്ലെങ്കിൽ കറിവേപ്പില, 1 ഉണക്കമുളക്, തേങ്ങയും ഉഴുന്ന് പരിപ്പും ജീരകവും നിർബന്ധമായിട്ടും ചേർക്കണം. കുരുമുളക്, പച്ചമുളകിൻ്റെ ആവശ്യമേ വരുന്നില്ല. പച്ചമുളകിൻ്റെ ടേസ്റ്റൊന്നും വേണ്ട. ഉഴുന്ന് പരിപ്പ് വേണം. കടുക് ചേർത്തിട്ടില്ലെങ്കിൽ ഉഴുന്ന് പരിപ്പ് നിർബന്ധമായും ചേർക്കണം. നല്ല ടേസ്റ്റാണ് പരിപ്പില്ല മൊളീഷ്യത്തിന്. തേങ്ങ നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട്. കരിഞ്ഞ നന്നായിട്ട് നമുക്ക് വറുത്ത് ചേർക്കാം. മൊളീഷ്യൻ തിളച്ച് വരുന്നത്ര നന്നായിട്ട് തിളക്കട്ടെ. നന്നായി തിളക്കണം. മൊളീഷ്യൻ റെഡിയായി. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്ക് തണുത്ത ചോറിലേക്ക് വിളമ്പിയെടുക്കാം. നല്ല തണിഞ്ഞ ചോറിൽ ചൂടുള്ള കറി. പുളി നിർബന്ധമുള്ള അവിയൽ. ഇനി ഇത്രയേ ഉള്ളൂ. അപ്പോൾ വറവുണ്ട്, പയറ്. നമ്മുടെ പരിപ്പില്ല മൊളീഷ്യം സൂപ്പറാണ് കേട്ടോ. ഉപ്പെല്ലാം പാകത്തിന്. ഞാൻ ഉപ്പിട്ട ഒരിക്കലും കുറഞ്ഞുമില്ല, കുറച്ച് കൂടിയാലും.
കളറ് കുറച്ച് കുറഞ്ഞു പോയ വിഷമേ ഉള്ളൂ. വേറെ എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റാണ്. മുളകിൻ്റെ ചായ, ഉഴുന്ന് പരിപ്പിൻ്റെ ചായ, ജീരകത്തിൻ്റെ എല്ലാം എടുത്ത് കാണിക്കുന്നുണ്ട്. കഴിച്ചു. ഇതുപോലെ എല്ലാം ഉണ്ടാക്കുന്നെങ്കിൽ വീഡിയോ കാണുന്ന എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കാം.